ഈ ബഹുഭൂരിപക്ഷം കുടിയേറ്റക്കാരും അമേരിക്കയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവർ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തെ മുറിച്ചു മാറ്റി നാട് കടത്തുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിക്കുന്നതിന് തുല്യമാണ്. നാടുകടത്തലിന് വിധേയരാകുവാൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വലിയ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കൂട്ടത്തെ പുറത്താക്കിയാൽ പോലും അത് സമൂഹത്തെ കീറിമുറിക്കുന്നതിന് തുല്യമാണ്, വേദനാജനകമാണ്. 80 ലക്ഷം ക്രൈസ്തവർ കുടിയിറക്ക് ഭീഷണിയിൽ. നമ്മുടെ നാട്ടിലല്ല, അമേരിക്കയിലാണ്. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടികളുമായി മുൻപോട്ട് പോവുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ഇതിനകം തന്നെ ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ അവർ മടക്കി അയച്ചു. നിയമവിരുദ്ധമായി അമേരിക്കയിൽ പാർക്കുന്നവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ഉടനടി അവരെ തിരിച്ചയക്കുന്ന പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം അമേരിക്കയിലെ ക്രൈസ്തവ സഭകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 8 ദശലക്ഷം, അതായത് 80 ലക്ഷത്തോളം ക്രൈസ്തവരാണ് അമേരിക്കയിൽ നിന്ന് കുടിയിറക്കപ്പെടുവാൻ പോകുന്നത്, തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കപ്പെടുവാൻ പോകുന്നത്. സഭകൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് സമീപകാലത്ത് നടന്ന പഠനവും അതോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ നിന്ന് 10 ദശലക്ഷത്തോളം, അതായത് 1 കോടിയോളം ജനങ്ങളെയാണ് നാടുകടത്തുവാനായിട്ടുള്ള പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ 80 ലക്ഷം പേർ ക്രൈസ്തവരാണെന്നുള്ള തിരിച്ചറിവ് അമേരിക്കയിലെ ക്രൈസ്തവ സഭകളെ വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു. കണക്കുകളെ മറ്റൊരു രീതിയിൽ സമീപിച്ചാൽ അമേരിക്കയിലുള്ള 12 ക്രിസ്ത്യാനികളിൽ ഒരാൾ നാടുകടത്തപ്പെടുവാൻ പോവുകയാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നാടുകടത്തപ്പെടുന്ന കുടിയേറ്റക്കാരിൽ 5 പേരിൽ 4 പേരും ക്രൈസ്തവരാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും കത്തോലിക്ക സഭാ വിശ്വാസികളാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽസ്, US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെഫ്യൂജി ആൻഡ് മൈഗ്രേഷൻ സർവീസ്, സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി ആൻഡ് വേൾഡ് റിലീഫ്, ഗോൾഡൻ കൺവെൽ തിയോളജിക്കൽ സെമിനാരി എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഈ പഠനം നടത്തിയതും കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ കണക്കുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, പുറത്താക്കപ്പെടുവാൻ പോകുന്നത് ആരൊക്കെയാണ്? പല കാലങ്ങളിലായി നിയമവിരുദ്ധമായി അമേരിക്കയിലെത്തി കുടിയേറി പാർത്തിരിക്കുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷവും. ട്രംപ് ഭരണകൂടം വിവിധ കാരണങ്ങളാൽ നിയമപരമായ സംരക്ഷണങ്ങൾ എടുത്തു കളഞ്ഞ വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അതായത് സ്വന്തം രാജ്യങ്ങളിൽ വംശീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മതപരമായ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ധാരാളം ആളുകളെ മുൻ ഭരണകൂടങ്ങൾ അമേരിക്കയിലേക്ക് അഭയാർത്ഥികളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ അമേരിക്കയിൽ പാർക്കുന്നുണ്ട്. ഇവർക്കുള്ള താൽക്കാലിക നിയമ പരിരക്ഷ ട്രംപ് ഭരണകൂടം എടുത്തു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുന്ന വലിയൊരു വിഭാഗം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്നു. മറ്റൊരു വിഭാഗം കുടിയേറ്റക്കാരായി വന്നിട്ട് കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ 1 കോടിയോളം ആളുകളെ അമേരിക്കയിൽ നിന്ന് കുടിയിറക്കുവാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്യൂബ, ഹെയ്ത്തി, നിക്കരാഗ്വ, വെനിസ്വേല, ഈ 4 രാജ്യങ്ങളിൽ നിന്ന് മാത്രം 5.5 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് അമേരിക്കയിലുള്ളത്. ഇവരിൽ 99% കത്തോലിക്ക സഭാ വിശ്വാസികളാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വലിയ നിലയിലുള്ള കുടിയേറ്റമാണ് നടക്കുന്നത്. അനധികൃതമായി അമേരിക്കയിൽ എത്തുവാൻ നിരവധി വഴികളുണ്ട്. മെക്സിക്കോ അതിർത്തി കടന്നാണ് ഇവരിൽ ബഹുഭൂരിപക്ഷവും എത്തുന്നത്. ഇതിന് അമേരിക്കയിലെ കത്തോലിക്ക സഭയ്ക്ക് വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ കുടിയേറ്റക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. സ്വാഭാവികമായും കത്തോലിക്ക സഭ ട്രംപിന്റെ ഇപ്പോഴത്തെ നയങ്ങൾക്ക് ശക്തമായി എതിര് നിൽക്കുന്നു. അതിന്റെ കാരണം ഇതാണ്. നാട് കടത്തപ്പെടുവാൻ പോകുന്ന ക്രൈസ്തവരിൽ 61% ആളുകളും കത്തോലിക്ക വിശ്വാസികളാണ്. ഈ വിഭാഗത്തിൽ ഇവാഞ്ചലിക്കൽസ് ഉൾപ്പെടുന്നത് വെറും 13% മാത്രമാണ്. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട 19% ആളുകളുമുണ്ട്. ഇതിൽ കത്തോലിക്കർ എങ്ങനെ ഇങ്ങനെ വലിയ അളവിൽ വന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കുടിയേറ്റം കൂടുതലായി നടന്നിരിക്കുന്നത്. ഒട്ടുമിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി കുറ്റകൃത്യങ്ങളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുവാൻ വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ അതിൽ വെറും 8% ആളുകൾ മാത്രമാണ് ക്രൈസ്തവരായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പഠനം നടത്തിയ പ്രസ്ഥാനങ്ങളായ
നാഷണൽ അസോസിയേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽസിന്റെ പ്രസിഡന്റ് വാൾട്ടർ കിങ്, വേൾഡ് റിലീഫിന്റെ സിഇഒ മ്യാൽ ഗ്രീൻ, എൽപാസോയിലെ റോമൻ കത്തോലിക്ക ബിഷപ്പ് മാർക്ക് സീറ്റ്സ്, ഗോൾഡൻ കോൺവെൽ തിയോളജിക്കൽ സെമിനാരിയിലെ സഹ ഡയറക്ടർമാരിൽ ഒരാളായ ടോഡ് ജോൺസൺ തുടങ്ങിയവർ ഈ റിപ്പോർട്ടിനോടൊപ്പം ഒരു കത്ത് കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിനോടും പ്രസിഡന്റിനോടുമുള്ള ഒരു അഭ്യർത്ഥനയും അപേക്ഷയും ഒക്കെയാണിത്. ആ കത്തിൽ അവർ ഇപ്രകാരം പറയുന്നു: അമേരിക്കയിലെ വിവിധ സഭകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കുടിയേറ്റക്കാരെല്ലാവരും ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗം തന്നെയാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തെ മുറിച്ചു മാറ്റി നാട് കടത്തുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിക്കുന്നതിന് തുല്യമാണ്. നാടുകടത്തലിന് വിധേയരാകുവാൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വലിയ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കൂട്ടത്തെ പുറത്താക്കിയാൽ പോലും അത് സമൂഹത്തെ കീറിമുറിക്കുന്നതിന് തുല്യമാണ്, വേദനാജനകമാണ്. ഈ ബഹുഭൂരിപക്ഷം കുടിയേറ്റക്കാരും അമേരിക്കയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവർ ക്രിസ്ത്യാനികളാണ്. വളരെ കുറച്ചു പേർ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞ് ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെട്ടവരാണ്. അവർ നമ്മളുടെ സഭകളുടെ പ്രധാന ഭാഗമാണ്. അവർ നാടുകടത്തപ്പെടുന്നത് സഭകളെ കീറിമുറിക്കുന്നതിന് തുല്യമാണ്. അവർ പുറത്താക്കപ്പെടുന്നത് ഈ സഭകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണക്കുവാനാകാത്ത മുറിവുകൾ സൃഷ്ടിക്കും എന്നുള്ളത് ഓർക്കണം. നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കഠിനാധ്വാനികളും സമാധാനപ്രിയരുമാണ്. അവർക്ക് ഈ രാജ്യത്ത് നിലനിൽക്കുവാനുള്ള നിയമ പരിരക്ഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ രാജ്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കത്തോലിക്ക സഭയുടെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനയും സഹകരണവും നിയമസഹായവും നൽകി കുടിയേറ്റക്കാരായ ആശങ്കയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ കത്തോലിക്ക വിശ്വാസിക്കുമുണ്ട്. അമേരിക്കൻ കോൺഗ്രസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കുക, കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട കുടിയേറ്റക്കാരെ മാത്രം പുറത്താക്കുക, മറ്റുള്ളവർക്ക് ഈ രാജ്യത്ത് തുടരുവാൻ അനുവാദം നൽകുക. അല്ല, നമ്മൾ എല്ലാവരെയും പുറത്താക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിന്റെ സഭയുടെ പേരിൽ ആയിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏതായിരുന്നാലും 80 ലക്ഷത്തോളം ക്രൈസ്തവർ അമേരിക്കയിൽ നിന്ന് കുടിയിറക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളത് സഭകൾക്ക് ആശങ്കാജനകമായ ഒരു വാർത്തയാണ്. വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് വലിയൊരു വിഭാഗം സഭകൾ. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ ശുശ്രൂഷകളിൽ സന്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രസംഗകനാണോ താങ്കൾ? പ്രസംഗിക്കുവാൻ താല്പര്യമുണ്ടോ? വേദപുസ്തകം കൃത്യമായി പഠിക്കുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓജി ശാമുവേൽ രചിച്ചിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഈ ഗ്രന്ഥം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. 72 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് പ്രസംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിന്റെ ഓരോ പേജും പ്രസംഗങ്ങളാണ്. 100 കണക്കിന് പ്രസംഗങ്ങൾ ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ വില 1000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് സന്ദേശമായിട്ട് നിങ്ങളുടെ അഡ്രസ് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഈ പുസ്തകം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി മറ്റൊരു മനോഹര ഗ്രന്ഥം കൂടെ നൽകുന്നു. ദാവീദിനെ കുറിച്ചുള്ള 17 പ്രസംഗങ്ങൾ അടങ്ങിയ ഡോക്ടർ സണ്ണി ഫിലിപ്പിന്റെ മനോഹരമായ ഗ്രന്ഥം ഇതോടൊപ്പം സൗജന്യമായി നൽകുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക.